മേക്കേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണോ? പണത്തിനെ അട്രാക്ട് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് കമന്റ് ബോക്സിൽ ഒന്ന് യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുമോ? അപ്പോൾ എനിക്ക് എത്ര പേരാണ് മണി മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ മണി മാനിഫെസ്റ്റേഷന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സുകൾ എനിക്കിവിടെ ഷെയർ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും അതുപോലെ തന്നെ ചക്ര ഹീലിങ്ങിനെ കുറിച്ച്, ക്രിസ്റ്റൽ ഹീലിങ്ങിനെ കുറിച്ച്, മൂൺ മെഡിറ്റേഷനെ കുറിച്ചൊക്കെയാണ് ഈ ചാനലിൽ ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കുറേ ബോണസ് ടിപ്പുകൾ കൂടി, കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ടിപ്സുകൾ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പണം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മണി ബ്ലോക്ക് എന്താണെന്നുള്ളത്. ഈ ബ്ലോക്കിന് വിവിധ തരം കാരണങ്ങളുണ്ട്. നിങ്ങളുടെ റൂട്ട് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്ര നിങ്ങളുടെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണി ബ്ലോക്കിന് കാരണമാകും. നമ്മളുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 7 ചക്രാസ് ഉണ്ട്. ചക്രാസ് എന്ന് പറയുന്നത് എനർജി പോയിന്റ്സ് ആണ്. നമ്മളുടെ നട്ടലിനകത്ത് പ്രതിനിധീകരിക്കുന്ന 7 പോയിന്റ്സുകളാണ് അവ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് പറയണം. അതിൽ നമ്മളുടെ നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ഒരു ചക്രയാണ് റൂട്ട് ചക്ര. ഈ ഒരു ചക്ര നമ്മളുടെ സമ്പത്തിനെയും പണത്തിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി പോയിന്റ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് മണി മാനിഫെസ്റ്റേഷൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തത്, അത് കുട്ടിക്കാലം തൊട്ട് നിങ്ങൾ എങ്ങനെയാണ് പണത്തിനെ കുറിച്ച് അറിഞ്ഞത്, പണത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളതും ഒരു പ്രധാന കാരണമാണ്. നമ്മളുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ പണ്ട് പറയും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണിത് എന്ന്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ടേ, കുഞ്ഞുനാള് തൊട്ടേ നമ്മളുടെ മനസ്സിൽ കയറും പൈസ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയൂ. എത്രയോ പേര് ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പെടാതിരുന്ന് പൈസകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ നമ്മളുടെ ചിന്തയിൽ കയറുന്നത് കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ ഉണ്ടാകൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ ഡിലേ ആക്കി വെക്കൽ. നിങ്ങളുടെ കൈസിൽ പൈസ വരുമ്പോൾ അത് ഡിലേ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ മെന്റൽ സ്ട്രെസ് തരികയും നിങ്ങൾക്ക് ഓരോ മെസ്സേജുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ പിന്നെയും സ്ട്രെസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ്സുകളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്ന പണത്തിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ സന്തോഷത്തോടു കൂടി കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുമെന്നാണ്. നിങ്ങൾ 10 കൊടുത്താൽ 1000 കിട്ടുമെന്നാണ്. അപ്പോൾ 10ന്റെ ഇരട്ടിയല്ല 1000. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്താലും ദാനം ചെയ്യുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര രൂപ സാലറി ആവട്ടെ, അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം, ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഒരു ഊണ് വാങ്ങി ഒരു ഏതെങ്കിലും ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ വരും. അതുപോലെ നിങ്ങളിലേക്ക് പണം ഒരുപാട് വരും. കാരണം നിങ്ങൾ ചെലവാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്നില്ല, നിങ്ങൾ ചെലവാക്കുവാനായിട്ട് സങ്കടപ്പെടുന്നില്ല, നിങ്ങൾക്കൊരു വിഷമവും ഇല്ല. ചിലര് നമ്മൾ കണ്ടിട്ടുണ്ട് പൈസ ഇങ്ങനെ മുറുക്കി പിടിച്ച് വളരെ ചിന്തിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ പൈസ ഒന്ന് കയ്യിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരിലേക്ക് പൈസ വരുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ പേരൻസിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ നോക്കുക. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുക, അവരുടെ ആവശ്യത്തിന് പണം കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെയൊക്കെ പ്രസവിച്ച് നിങ്ങളെയൊക്കെ ഇത്രയൊരു പ്രായം വരെ അവർ വളർത്തി, നിങ്ങളൊരു സ്വന്തം ജോലിയിൽ എത്തുന്നത് വരെ. ചിലരൊക്കെ സ്വന്തം ജോലി ആയാൽ പോലും അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാറുണ്ട്. അവരുടെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് അവർ വയസ്സാകുമ്പോൾ നിങ്ങൾ എന്താണ് അവരോട് തിരിച്ച് ചെയ്യുന്നത്? അവർക്ക് നല്ലൊരു ഡ്രസ്സ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? അവർക്കൊരു പുറത്തു കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? നിങ്ങളെ കെയർ ചെയ്തതുപോലെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പേരൻസിനെ കെയർ ചെയ്തിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വലിയൊരു പോയിന്റാണ്. അപ്പോൾ
നിങ്ങളുടെ പേരൻസിന് മുട്ടുണ്ടാകാതെ കഷ്ടപ്പെടാതെ നിങ്ങൾ നോക്കുക, അവർക്കൊരു വിഹിതം കൊടുക്കുക. കല്യാണം കഴിച്ച് നിങ്ങളൊരു കുടുംബമായി മാറിയാൽ പോലും നിങ്ങളുടെ പേരൻസ് എന്നും നിങ്ങളുടെ പേരൻസ് ആണ്. അവർക്കുള്ളൊരു വിഹിതം അത് നിങ്ങൾ എല്ലാ രീതിയിലും അവർക്ക് കൊടുക്കണം. സ്നേഹമായാലും കരുതലായാലും പണമായാലും ബാക്കി എന്തായാലും നിങ്ങൾ കൊടുക്കുക. പിന്നെ പണമില്ല എന്ന ഒരു ചിന്ത ആദ്യം നിങ്ങൾ തന്നെ മാറ്റണം. നിങ്ങൾക്ക് പണമില്ലെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന പണം പോലും മാറിപ്പോകും. കാരണം നിങ്ങൾക്ക് പണമില്ലെന്ന് ഓൾറെഡി നിങ്ങൾ ചിന്തിച്ച് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു പണം അങ്ങോട്ട് തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പണമില്ലെന്നുള്ള ചിന്ത മാറ്റും. ഇതിന് ഞാനൊരു എളുപ്പ വഴി പറയാം. ഇത് നമുക്ക് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് 10,000 രൂപ സാലറി കിട്ടുന്ന സമയത്തൊക്കെ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വെറും 10,000 രൂപയെ കിട്ടുന്നുള്ളൂ. എത്രയോ പേർക്ക് 50,000 60,000 ഒക്കെ സാലറി കിട്ടുന്നെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചിന്ത കൊണ്ടിട്ട് തന്നെ ഞാൻ ഒരുപാട് നാൾ ആ ഒരു ലെവലിൽ തന്നെ കിടന്നു. പിന്നീട് ഒരിക്കലാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് 10,000 രൂപ സാലറി ഉള്ളത് ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ്. കാരണം എന്നെക്കാളും സാലറി കുറഞ്ഞവരുണ്ട്. 1000 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കുന്നവരുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ്, ദൈവമേ ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാണ്, ഞാൻ എത്ര വലിയ ദൈവത്തിന്റെ കരുണയോടുകൂടി എനിക്ക് ഇത്രയ്ക്കൊക്കെ ദൈവം ചെയ്തു തരുന്നല്ലോ, ഞാൻ അതിനെല്ലാം നന്ദിയുള്ളവളാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പണമില്ല എന്നതിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും കഷ്ടതകൾ അനുഭവപ്പെടുന്നവരിലേക്ക് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്ദി ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിൽ പൈസയില്ല, നിങ്ങൾക്ക് അഫോർഡ് ആക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുക. നിങ്ങൾ പറയാണ് ഞാനൊരു BMW കാറ് വാങ്ങുമെന്ന് പറയുമ്പോൾ നിനക്ക് അതിന് എവിടുന്ന പൈസ, നിനക്ക് ഇത്ര രൂപയിൽ സാലറി കിട്ടുന്നു, നിന്റെ വീട്ടിലൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്ന് വാങ്ങിക്കാനാ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക, അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്നേ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും താഴേക്ക് തന്നെ നിർത്തും. നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പറക്കുക. നിങ്ങൾ പരുന്തിനെ കണ്ടിട്ടില്ലേ? അത് കൂട്ടമായിട്ട് പറക്കാറില്ല, അത് ഒറ്റയ്ക്കാണ്, അതിന്റെ ധൈര്യത്തോടാണ് അത് പറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ താഴേക്ക് പിടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ താഴേക്ക് വലിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കിടെ ഇല്ലായ്മയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് പാർട്ട് ടൈം ജോബ്സുകൾ കണ്ടുപിടിക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ ജോബുകൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യാം. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ, ചിലർ ട്യൂഷൻ എടുക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാം, പുതിയ കോഴ്സുകൾ പഠിക്കാം, അല്ലെങ്കിൽ പുതിയ സ്കിൽസ് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ ജോബ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം. മെയിൻ ആയിട്ടുള്ള കാര്യം, പണം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി കൊടുക്കുക. അത് വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം. ദൈവമേ 1000 രൂപ എൻ്റെ കയ്യിലുള്ള 1000-ന് 100 പോയല്ലോ എന്ന് ചിന്തിക്കാതെ ആ 100 രൂപ കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഈ 100 രൂപ കൊണ്ട് ആ വാങ്ങിക്കുന്ന വ്യക്തിയുടെ കുടുംബം ജീവിക്കും. നിങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കൊടുക്കുന്ന 100 രൂപ ആയിരിക്കും, പക്ഷെ ആ ഒരു 100 രൂപ ആ ഒരു വ്യക്തിക്ക്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു സാലറിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾ അവർക്ക് ഇത്രയും പേർക്ക് ഒരു സാലറി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി കൊടുക്കുക. പൈസ കൊടുക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ കയ്യിൽ നിന്നും പോകുന്ന പൈസ അതിൻ്റെ ഇരട്ടിയായിട്ട് എന്നിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് പൈസ കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾക്ക് ഹൊപ്പോനൊപ്പോനോ പ്രയർ മണി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഡെയിലി ചൊല്ലാവുന്നതാണ്. എല്ലാവരും കുറച്ച് ദിവസം ചെയ്യും, പിന്നെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആവത്തുള്ളൂ. പണ്ട് നിങ്ങൾക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടിയായിരിക്കും. നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറയും, പണ്ട് നിങ്ങളുടെ പിറകെ നടന്ന അമ്മയും അച്ഛനും ആരെങ്കിലും പല്ല് തേപ്പിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എന്താ കാരണം? നിങ്ങൾ ഡെയിലി അത് മടിയോടുകൂടി ആയാലും മറ്റുള്ളവരുടെ നിർബന്ധത്തോടു കൂടി ആയാലും ചെയ്ത് അതിപ്പോ ഒരു ശീലമായി. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാ പല്ല് തേക്കണം, അതിന് എന്തൊക്കെയായാലും അല്ലേ? നിങ്ങളൊരു ദിവസം ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ അഥവാ പല്ല് തേക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുപോലെയാകണം നമ്മളുടെ മെഡിറ്റേഷനും ഹൊപ്പോനൊപ്പോനോ പ്രയറും ഒക്കെ. നിങ്ങൾ ഡെയിലി കേൾക്കുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഡിയർ മണി എന്ന് പറഞ്ഞ് നിങ്ങൾ ഹൊപ്പോനൊപ്പോനോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മണി ബ്ലോക്കാണ് മാറുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹിച്ച പണം എത്രയൊക്കെ തന്നെ ആയാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു സമ്പൽസ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർ ഹീൽ ആൻഡ് റൈസ് എന്ന മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് ചേരാം. 21 days ആണ് അതിൻ്റെ സമയം. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അതിൽ എൻ്റെ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുക. കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.